അമേരിക്ക, ചൈന, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ വൻ തുക മുടക്കി വിമാനവാഹിനികൾ നിർമ്മിക്കുമ്പോൾ റഷ്യ അവരുടെ ഒരേയൊരു എയർക്രാഫ്റ്റ് കാരിയറായ അഡ്മിറൽ കുസ്നെറ്റ്സോവ് സർവീസിൽ നിന്ന് പിൻവലിക്കുകയാണ്. കോടിക്കണക്കിന് റുബിൾ അറ്റകുറ്റപ്പണികൾക്ക് ചിലവഴിച്ച ശേഷമാണ് റഷ്യ ഈ കപ്പൽ ഡിസ്മാന്റിൽ ചെയ്യാൻ തീരുമാനിച്ചത്. ഇതോടെ ലോകത്തെ വൻ ശക്തികളിലൊന്നായ റഷ്യ സ്വന്തമായി എയർക്രാഫ്റ്റ് കാരിയർ ഇല്ലാത്ത രാജ്യമായി മാറുകയാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും പല കപ്പലുകളും സോവിയറ്റ് കപ്പലുകളുടെ നവീകരിച്ച പതിപ്പുകളുമാണെന്നിരിക്കെ റഷ്യ സ്വന്തമായി ഒന്ന് നിർമ്മിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒരു എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കുക എന്നത് അതീവ ചിലവേറിയ കാര്യമാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അത്തരം വലിയ കപ്പലുകൾ നിർമ്മിക്കാനുള്ള കപ്പൽശാലകൾ പലതും റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടു. അവയെല്ലാം ഇന്നത്തെ യുക്രൈനിലാണുള്ളത്. പുതിയൊരെണ്ണം നിർമ്മിക്കാൻ ഭീമമായ തുകയും അത്യാധുനിക സാങ്കേതികവിദ്യയും ആവശ്യമാണ്. അത്രയും വലിയ തുക മുടക്കി എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കേണ്ട ആവശ്യം റഷ്യയ്ക്ക് ഇല്ല എന്നതാണ് വസ്തുത. റഷ്യയുടെ ഭൂരിഭാഗം അതിർത്തികളും കരപ്രദേശങ്ങളാണ്. റഷ്യയുടെ വടക്കൻ ഭാഗത്തുള്ള മിക്ക തുറമുഖങ്ങളും വർഷത്തിൽ പകുതിയിലധികം സമയവും മഞ്ഞുറഞ്ഞു കിടക്കുന്നവയാണ്. വിമാനവാഹിനി കപ്പലുകളുടെ നീക്കം ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ പ്രയാസകരമാണ്. റഷ്യയുടെ കപ്പലുകൾക്ക് തുറന്ന സമുദ്രത്തിലേക്ക് എത്തണമെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കടലിടുക്കുകൾ കടന്നുപോകേണ്ടതുണ്ട്. ഇത് യുദ്ധസമയത്ത് വലിയൊരു പോരായ്മയാണ്. വിമാനവാഹിനി കപ്പലുകൾ എളുപ്പത്തിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ലക്ഷ്യങ്ങളാണെന്ന് റഷ്യ വിശ്വസിക്കുന്നു. അമേരിക്കയെപ്പോലെ ദൂരദേശങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനാണ് റഷ്യ മുൻഗണന നൽകുന്നത്. വിമാനവാഹിനി കപ്പലുകൾക്കായി ഭീമമായ തുക ചിലവാക്കുന്നതിനു പകരം റഷ്യ ആ പണം കൂടുതൽ ഫലപ്രദമെന്ന് അവർ വിശ്വസിക്കുന്ന രണ്ട് മേഖലകളിൽ നിക്ഷേപിക്കുന്നു: അന്തർവാഹിനികളും മിസൈലുകളും. ഒരു എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കാനെടുക്കുന്ന കാലയളവിനുള്ളിൽ റഷ്യയ്ക്ക് 100 കണക്കിന് സിർക്കോൺ അല്ലെങ്കിൽ കിൻഷാൽ മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കും. ശബ്ദത്തേക്കാൾ 9 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന സിർക്കോൺ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ്. വിമാനവാഹിനി കപ്പലുകൾ പോലെയുള്ള വലിയ ലക്ഷ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ വേണ്ടിയാണ് റഷ്യ ഇത് പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സബ്മറൈനായ ടൈഫൂണും ക്രൂയിസ് മിസൈലുകളും ടോർപിഡോകളും വഹിക്കാവുന്ന യാസൻ ക്ലാസ് സബ്മറൈനും റഷ്യൻ നാവികസേനയുടെ ഭാഗമാണ്.